CPI മണ്ടാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ദില്ലിയിൽ നടക്കുന്ന മാർച്ചിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് പ്രചരണ ജാഥ നടത്തിയത്. വിലക്കയറ്റം തടയുക, വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കുക, യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പുവരുത്തുക, ബാലറ്റ് പേപ്പർ പുനഃസ്ഥാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPI നേതൃത്വത്തിൽ ദില്ലി മാർച്ച് നടത്തുന്നത്. N. സ്വാമിനാഥൻ ക്യാപ്റ്റനും മുരളി, നിഷാകുമാരി എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ സമര പ്രചരണ ജാഥയാണ് നടത്തിയത്. CPI മണ്ഡലം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സമാപിച്ചു. സമാപന യോഗം AIYF സംസ്ഥാന പ്രസിഡന്റ് K. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആഹ്വാനമില്ലാതെ ഈ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ഒത്തുകൂടിക്കൊണ്ട് സമരം നടത്തിയത് നാം കണ്ടു. അത്രമാത്രം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന് ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ആ രീതിയിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയാണ്. ഇന്ത്യ 80 വർഷം പിന്നിടുമ്പോൾ, ഇന്ത്യ രൂപീകരിക്കപ്പെട്ട് 80 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ തൊഴിലില്ലായ്മ നിരക്ക് 80 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 6% വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിൽ 1 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ്. 1 കോടി തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ ചെറുപ്പക്കാരെ വറുതിയിലേക്ക് തള്ളിവിടപ്പെട്ട ഒരു ഭരണകൂടമായി ഈ രാജ്യത്തെ BJP ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. UTV ന്യൂസ്, പാലക്കാട്.